ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറിയും ഒരു നാടൻ കറിയാണ്. ഇത് നമ്മുടെ ഇവിടെയൊക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് തെക്ക് ഭാഗത്ത് കൊല്ലം ജില്ലയിലോ ആലപ്പുഴ ജില്ലയിലോ, എനിക്ക് കറക്റ്റ് അറിയില്ല കൊല്ലം ജില്ലയിലാണോ ആലപ്പുഴ ജില്ലയിലാണോ ആ അമ്പലം എന്നുള്ളത്. അവിടെ കുംഭഭരണി നാളിൽ എല്ലാ വീടുകളിലും തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണിത്. കൊഞ്ചും മാങ്ങയും എന്നാണ് ഈ കറിയുടെ പേര്. നമ്മുടെ ഇവിടെ ഉണക്കച്ചെമ്മീൻ എന്ന് പറയുന്നു, അവർ കൊഞ്ചെന്ന് എന്ന് പറയുന്നു. അപ്പോൾ ചെമ്മീൻ കിട്ടാത്ത സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക്, ഇപ്പോൾ ഇടുക്കി ജില്ലയിലാണെങ്കിലും കൊല്ലം ജില്ലയുടെ കിഴക്ക് ഭാഗങ്ങളിലാണെങ്കിലൊക്കെ പച്ച ചെമ്മീൻ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉണക്കച്ചെമ്മീൻ ഉപയോഗിച്ച് മാങ്ങയും ചേർത്ത് ചെയ്യാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയാണ് ഇത്. കണ്ടോ, അത്യാവശ്യം കുറുകിയ രീതിയിലുള്ള ഒരു കറി, നല്ല എരിവും പുളിയൊക്കെയുള്ള കറിയാണ്. അപ്പോൾ ഈ ഒരു കൊഞ്ചും മാങ്ങയും അല്ലെങ്കിൽ നമ്മുടെ ഉണക്കച്ചെമ്മീനും മാങ്ങയും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, നല്ല പുളിയുള്ള മാങ്ങ എടുക്കുക കേട്ടോ. ഒരുപാട് പുളി കുറഞ്ഞ മാങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു ചെറിയ പാക്കറ്റ് ഉണക്കച്ചെമ്മീൻ, ഒരു 50 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ, അത്രയും ഉണക്കച്ചെമ്മീൻ വൃത്തിയാക്കിയത് എടുത്തിട്ടുണ്ട്. പിന്നെ 3/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക്, ഉള്ളിയൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉണക്കച്ചെമ്മീൻ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വറുത്തെടുക്കാം. അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും പച്ചച്ചെമ്മീൻ കിട്ടുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് നമുക്ക് എപ്പോഴും വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉണക്കച്ചെമ്മീൻ ചേർത്തിട്ടുള്ള മാങ്ങക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉണക്കച്ചെമ്മീൻ ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഡ്രൈ റോസ്റ്റാണ്, വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട. നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങോട്ട് നമ്മൾ ഉണക്കച്ചെമ്മീൻ വറുത്തതിന് ചെയ്യുന്ന പോലെ ചെയ്യേണ്ട. ഒന്ന് നന്നായിട്ട് ചൂടായി ആ ഉണക്കച്ചെമ്മീൻ്റെ സോഫ്റ്റ്നെസ് ഒന്ന് മാറി വരണം. അത്രയും സമയം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇപ്പോൾ ചേർക്കാനില്ല കേട്ടോ. ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വേറൊരു ചട്ടിയിലേക്ക് വയ്ക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ കറി ഉണ്ടാക്കുന്നത് അതിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചട്ടിയിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചട്ടിയിലേക്ക് നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ചെയ്യാതെയും കറി ഉണ്ടാക്കാം, പക്ഷേ റോസ്റ്റ് ചെയ്തിട്ട് കറി ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ഒരു 3 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുക. സ്പ്ലിറ്റ് ചെയ്തിട്ടോ കട്ട് ചെയ്തിട്ടോ നിങ്ങളുടെ സൗകര്യം പോലെ ചേർക്കാം. ഞാനിപ്പോൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാങ്ങയും കൂടി കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. മാങ്ങയ്ക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കുക്കായി ഹാഫ് കുക്കായി കഴിയുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ കുറച്ച് കുക്കായിട്ടുണ്ട്, ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാങ്ങ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് വരില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെമ്മീൻ വളരെ ചെറുതല്ലേ. അപ്പോൾ ചെമ്മീൻ്റെ കൂടെ പറ്റുന്ന പാകത്തിൽ തന്നെ നമ്മൾ മാങ്ങയും കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് തിളച്ചൊന്ന് കുക്കായി വരട്ടെ. ഞാൻ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം. മാങ്ങ ഇതുപോലെ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, വലിയ പീസുകളായിട്ടല്ല. ഇനി നമുക്ക് ഈ മാങ്ങ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് 2 മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ 2 മാങ്ങ ചേർക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. മാങ്ങയുടെ പുളി അനുസരിച്ച് 1-2 ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരപ്പിന് വേണ്ട കാര്യങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ നമ്മൾ ഉണക്കച്ചെമ്മീൻ ചേർത്ത കറി ആയതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക അരയ്ക്കുമ്പോൾ. പിന്നെ നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു വരണം. നമ്മൾ മീൻ കറിക്കൊക്കെ അരയ്ക്കുന്ന പോലെ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ മാങ്ങയും ഉണക്കച്ചെമ്മീനും കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം.
അപ്പോൾ നമ്മുടെ ചെമ്മീനും മാങ്ങയും എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് വീണ്ടും ഈ മിക്സി ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക നമുക്ക്. അപ്പോൾ കുറച്ച് അരപ്പ് കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി ഒന്നുകൂടി ഇരിക്കുമ്പോൾ കുറുകിപ്പോവും. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഒരര കപ്പും കൂടി വെള്ളം ചേർക്കാം. അതിനുശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് ഈ ഒരു കറി റെഡിയാക്കരുത് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ റെഡിയാക്കുക. അപ്പോൾ ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം കുക്ക് ചെയ്യാനും വെച്ചിട്ടുണ്ടായിരുന്നു. 1.5 കപ്പ് വെള്ളം മൊത്തത്തിൽ അരപ്പിലേക്കും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ അരപ്പൊന്ന് തിളച്ച് വരട്ടെ. ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. ആവി കയറിയാൽ പോരാ, ഒന്ന് ചെറുതായിട്ട് ബബിൾസ് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് ഈ ഒരു കറി പെർഫെക്റ്റ് ആവുക. നമ്മൾ ഉണക്കച്ചെമ്മീനൊക്കെ ചേർത്തതാണല്ലോ, അതുകൊണ്ടാണ് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരണം എന്ന് പറഞ്ഞത്. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നന്നായിട്ട് തിളയ്ക്കരുത്, ചെറിയ ബബിൾസ് വരാനേ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ കറിയിൽ ചെറിയ ബബിൾസ് വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടാണ് ബബിൾസ് കാണാത്തത്. ഇതുണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ട്. ഇത്രയും മതി. നമുക്ക് വേറൊരു ബർണറിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ വറവ് ചേർക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മൾ വറവ് ചേർക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഇതിൽ നമ്മൾ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വറവ് ചേർക്കുമ്പോൾ ഉള്ളി ചേർക്കാതെയാണ് വറവ് ചേർക്കുന്നത്. ആദ്യം നമ്മൾ ചേർക്കുന്നത് കടുക്. 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. നമ്മൾ ഉണക്കച്ചെമ്മീൻ ആയതുകൊണ്ടാണ് ഉലുവയും കൂടി ചേർക്കുന്നത് ഈ വറവ് ചേർക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകിൻ്റെ കളറൊക്കെ ഒരുപാട് മാറുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കറിയിലേക്ക് വറവ് ചേർക്കണം. അപ്പോൾ നമ്മുടെ വറവ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ. ഒരു 10-20 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉലുവയുടെ ഫ്ലേവറും കടുകിൻ്റെ ടേസ്റ്റും എല്ലാം നമ്മുടെ കറിയിലേക്ക് മിക്സ് ആയി വന്നോളും. അതിനുശേഷം നമുക്ക് ഒന്ന് ചൂട് മാറി വരുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ് ഈ കറി. ചൂടോടെ ഉപയോഗിക്കരുത്, ചൂടൊന്ന് മാറി വരുമ്പോൾ ഉപയോഗിക്കുക. നന്നായിട്ട് എരിവുള്ള ഒരു കറിയാണിത്. അത്യാവശ്യം നല്ല പുളിയും എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കറി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ ചോറിൻ്റെ കൂടെ മാങ്ങയും ചെമ്മീനും എല്ലാം ചേർത്ത് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പീസ്, കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.